ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അതോലകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മാത്സ്വൽ ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവരും ഫുള്ളായിട്ട് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോക്സ് തിയറി എന്താണെന്ന് നോക്കണം ഫസ്റ്റ് തന്നെ. എന്നാലാണ് നമുക്ക് ഈ എൻ്റയർ ലോസ് നമുക്ക് ഡെറൈവ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം സ്റ്റോക്സ് തിയറും ഡൈവേർജൻസ് തിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. സ്റ്റോക്സ് തിയറി നോക്കാം. നമ്മൾ സ്റ്റോക്സ് തിയറി യൂസ് ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നൊട്ടേഷൻ നോക്കിയൊക്കെ നമ്മൾ മാത്സിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ആക്കുന്നില്ല. ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റോക്സ് തിയറം. ഒരു ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്സ്വലിൻ്റെ 4 ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. del dot d is equal to rho, del dot b is equal to 0, del cross e is equal to minus dou b by dou t, del cross h is equal to j plus dou d by dou t. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. del dot d is equal to rho എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഗോസസ് ലോവിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ വോളിയം ഈസ് ഈക്വൽ ടു ദ 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ വോളിയം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അത് ഇത് എഴുതി വയ്ക്കുക. ഇത് സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കാനാണ് നമ്മൾ ഡൈവേർജൻസ് തിയറി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കുമ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് ഇ അല്ലേ വരാം. അപ്പോൾ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 1/0 ടൈംസ് വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി എന്ന് വരില്ലേ. ഇതിൽ ഈ നമുക്കപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഡെൽ ഡോട്ട് ടി എന്ന് പറയുന്നത് റോ ബൈ എപ്സിലോൺ 0ക്ക് ഈക്വൽ ആണെന്ന് ഇക്വേറ്റ് ചെയ്തൂടെ. അപ്പോൾ ഈ എപ്സിലോൺ 0 ഇ എന്ന് പറയുന്നതിന് ഡി എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൻസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് ലോ. ഇതുവരെ എല്ലാവർക്കും ഈസി അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് അടുത്ത ലോ നോക്കാം. മാക്സ്വെല്ലിൻ്റെ സെക്കൻഡ് ലോ, അതായത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ദിസ് ലോ ഈസ് നോൺ ആസ് ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഈ ലോ പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് നേരത്തെ പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ബി ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദ പോയിന്റ് പി. ഈ പോയിന്റിലെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ബി ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ വരിക? ബി ഡോട്ട് ഡി എസ്. ഓക്കെ, ഇതെല്ലാം സിമിലർ ആണ്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സർഫസ് ഇൻ്റഗ്രൽ എടുക്കണം. സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഈ ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഗോസ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യാണ്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താവും? വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ബി ഡി വി ആവും. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റും ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ലോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മാക്സ്വെല്ലിൻ്റെ തേർഡ് ഇക്വേഷൻ നോക്കാം. മാക്സ്വെൽ തേർഡ് ഇക്വേഷൻ, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ദിസ് ലോ ഈസ് കാൾഡ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്കറിയാം ഫാരഡേസ് ലോ എന്താ പറയുന്നത്? The induced EMF in a closed circuit is directly proportional to the rate of change of magnetic flux. അതായത് V is equal to minus d∅/dt എന്നല്ലേ. ഇവന് ഈ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ വെച്ചിട്ട് വരുന്നത് നമുക്കറിയാം. ദെൻ ഒരു ക്ലോസ്ഡ് പാത്ത് സി കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വാരി ചെയ്യുന്ന ഒരു ടൈം വേരിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ഏരിയ നോർമൽ എന്ന് പറഞ്ഞാൽ ഡി എച്ച് തീറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചെയ്താൽ കൺസിഡർ എ ക്ലോസ്ഡ് പാത്ത് സി, ലെറ്റ് ഇ ബി ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ പാത്ത് സി ഡ്യൂ ടു ടൈം വേരിങ് മാഗ്നറ്റിക് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഫോഴ്സ് ഫോർ ഡിസ്പ്ലേസിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇ അല്ലേ. അപ്പോൾ യൂണിറ്റ് വരുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 Q1 ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ ടി എന്നായിരിക്കും ഇവിടെ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അലോങ് ദ ക്ലോസ്ഡ് പാത്ത് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്താൽ പോരെ നമുക്ക് ഇ ഡോട്ട് ഡി എല്ലിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എല്ലിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഫാരഡേസ് ലോയിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിനി. ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഇനി ഇതിനെ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റണമെങ്കിൽ നമ്മൾ സ്റ്റോക്സ് തിയറി അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ കേൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഡെൽ ക്രോസ് ഇ ഡി എസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോട്ട് എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താ അറിയാൻ പറ്റും? ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോട്ട് ആണ്.
ഇതാണ് തേർഡ് ലോ. ഓക്കെ, ഇത് പക്കയല്ലേ ഇതുവരെ? ഇനി അടുത്ത് വരുന്നത് ഫോർത്ത് ലോ ആണ്. അതിന് മുന്നേ നമ്മൾ ഫോർത്ത് ലോൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ നമ്മൾ അതിന് മുന്നേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എഴുതി വെക്കണം, അതിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ അത് ആദ്യം നോക്കാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ പറയുന്നത്? ഫോർ ടൈം വേരിയിങ് കറണ്ട് ദ നെറ്റ് കറണ്ട് ഫ്ലോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ് വിത്ത് വോളിയം. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ഡെൻസിറ്റി ജെ അറിയാം, ജെ ഈസിക്കൽ ടു I/A. അത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം, I ഈസിക്കൽ ടു JA. സർഫസ് ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ I ഈസിക്കൽ ടു ഇൻ്റഗ്രൽ J.ds എഴുതി നമുക്ക് ഏരിയയുടെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ? അതെല്ലാവർക്കും അറിയില്ലേ? ഇനി നെറ്റ് കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലാണ് എടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണേ, ക്ലോസ്ഡ് ആണ്. J.ds. റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ് വിത്ത് വോളിയം പറഞ്ഞാൽ എന്താ? -∂ρ/∂t എഴുതി കൂടെ? അത് ഒരു യൂണിറ്റ് വോളിയത്തിൻ്റെ ആണ് -∂ρ/∂t. അപ്പോൾ അത് എൻ്റെ നെറ്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഇൻ്റഗ്രൽ യൂസ് ചെയ്യാം അല്ലേ? വോളിയം ഇൻ്റഗ്രൽ. ഇനി ഇതിന് ഇക്വേറ്റ് ചെയ്യുന്നു ഇക്വേഷൻ കണ്ടിന്യൂറ്റി പ്രകാരം. അപ്പോൾ നമുക്ക് ഇനി എന്താ, ഇപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്കിവിടെ ഒരു നീഡ് വന്നു. ഈ സർഫസ് ഇൻ്റഗ്രലിനെ നമുക്ക് വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഡെൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ del.J ഈസ് ഈക്വൽ ടു -∂ρ/∂t എന്ന് ഇതെന്ന് കിട്ടി അല്ലേ? -∂ρ/∂t എന്ന് കിട്ടി. ഇനി ഇതെന്ന് നമുക്ക് എഴുതാൻ പറ്റും അടുത്ത ആംബിയർ സർക്യൂട്ടിൽ. അതായത് ഇപ്പോഴാണ് നമ്മൾ മാത്സിൽ ഫോർത്തിലേക്ക് കിടന്നത്. മുകളിൽ തന്ന del.J എന്ന് പറയുന്നത് 0 ആവുന്നത് എപ്പോഴാണ്? സ്റ്റഡി സ്റ്റേറ്റിലാണ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി ആംബിയർ സർക്യൂട്ടിലോ എന്താ പറയുന്നത് നോക്കാം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് പ്ലസ് ഡെൻസിറ്റി അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ആംബിയർ സർക്യൂട്ടിലോ പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0I എന്നാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഡെഫിനിഷൻ നിങ്ങൾ ഏതാണ് പഠിച്ചത് അത് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇത് എഴുതിക്കോളൂ. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് പ്ലസ് ഡെൻസിറ്റി അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. എന്നിട്ട് നെറ്റ് കറണ്ട് നമുക്കറിയാം J.ds ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ സർഫസ് ക്ലോസ്ഡ് ആയിരുന്നു, ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ നമുക്കറിയാം B ഈക്വൽ ടു μ0 എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ ആംബിയർ സർക്യൂട്ട് ലെവൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ μ0 കട്ട് ചെയ്ത് പോകും. പിന്നെ ഇവിടെ റിമൈനിങ് എന്താണ്? ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കുന്നത്. ഇതിന് നമ്മളിവിടെ സ്റ്റോക്സ് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? del.J ഈസ് ഈക്വൽ ടു del cross H ഈസ് ഈക്വൽ ടു J എന്ന് വരില്ലേ? del cross H ഈസ് ഈക്വൽ ടു J എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയതിൻ്റെ ഡൈവേർജൻസ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ del cross F എടുക്കുമ്പോൾ നമുക്കറിയാം 0 ആണ്. അപ്പോൾ ഇവിടെ സെയിം സാധനം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? del cross H എന്ന് പറഞ്ഞാൽ del.J ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? del.J ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കൂടെ? അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഇക്വേഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം del.J ഈസ് ഈക്വൽ ടു -∂ρ/∂t എന്നല്ലേ നമുക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ മാക്സ്വെല്ലിൽ മോഡിഫിക്കേഷൻ വരുത്തി. ആംബിയർ സർക്യൂട്ടിലോ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോസ്ഡ് ബൈ കണ്ടക്ഷൻ കറണ്ട് ഓൺലി. അതായത് കണ്ടക്ഷൻ കറണ്ട് കൊണ്ട് മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു കണ്ടീഷൻ എടുത്തിട്ടാണ് ആംബിയർ സർക്യൂട്ടിലോ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മാത്സിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് പറഞ്ഞു ഇതല്ല, ഇത് ഒരു ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ആയി del cross H ഈസ് ഈക്വൽ ടു J + JD എന്ന്. ഇനി ഇവിടെ ഡൈവേർജൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇത് 0 ആയി പോകും. del cross എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ del.J + del.JD എന്ന് കിട്ടി. അപ്പോൾ del.J എന്താ നമുക്കറിയാം? -∂ρ/∂t. അപ്പോൾ del ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് JD എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ∂ρ/∂t എന്ന് കിട്ടില്ലേ? ഇതിൽ റോ നമുക്കറിയാം del.D ആണ്, ഫസ്റ്റത്തെ മാത്സിൽ ഫസ്റ്റ് ലോ. അപ്പോൾ ഇതിന് നമ്മൾ del.D എന്ന് ഇടുന്നു. അപ്പോൾ ഈ ഡെല്ലിനെ പുറത്തിട്ട് ഇടുമ്പോൾ എന്ത് വരും? ∂D/∂t എന്ന് എഴുതി കൂടെ? അപ്പോൾ JD ഈസ് ഈക്വൽ ടു ∂D/∂t എന്ന് ഇത് വഴി കിട്ടി. ഇത് കൊണ്ടിട്ട് നമ്മുടെ ഇക്വേഷനിൽ del cross H ഈസ് ഈക്വൽ ടു J + JD എന്നുള്ള ഇക്വേഷനിൽ ഇടുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതാണ് മാത്സ്വെൽ ഫോർത്ത് ലോ. ഇത്രയാണുള്ളൂ ഈ 4 ലോസും. ഇത് ഈസി ആയിട്ട് പഠിച്ചുവിടാൻ നിങ്ങൾക്ക് 8 മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാം. പോയിൻറ്റിങ്സ് തിയറും കൂടെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കും. പോയിൻറ്റിങ്സ് തിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ആൻഡ് മൊമെൻറ്റം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. EM വേവിന് എനർജിയും മൊമെൻറ്റം ക്യാരി ചെയ്യുന്നുണ്ട്.
ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ഡിസ്റ്റൻറ്റ് പോയിൻറ്റ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് പോയിൻറ്റിംഗ് തിയറം. അതായത് ഒരു സോഴ്സിൽ നിന്ന് ഡിസ്റ്റൻറ്റ് പോയിന്റിലേക്ക് ആ എനർജി ട്രാൻസ്ഫർ ചെയ്തത് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻറ്റിംഗ് തിയറം യൂസ് ചെയ്യുന്നത്. പോയിൻറ്റിങ്സ് വെക്ടർ പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്, എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പവർ ബൈ ഏരിയ എന്നുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പിള്ളേർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തേക്ക് കേട്ടോ. ബൈ.